ഹലോ, വെൽക്കം ബാക്ക്. ഇന്നൊരു ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചുക്കയുടെ റെസിപ്പി ആയാലോ. ഈ ചിക്കൻ ചുക്ക നമുക്ക് ഗീ റൈസിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കിടു കോമ്പിനേഷനാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ആദ്യം കുറച്ച് സവാള ഫ്രൈ ചെയ്യണം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് 2 ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. സവാളയുടെ കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഒരുപാട് ഡാർക്ക് ആവാനായിട്ട് വെയിറ്റ് ചെയ്യരുത്. ഇത് ഉടൻ തന്നെ കോരി മാറ്റണം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ ഫ്രൈ ചെയ്ത സെയിം ഓയിൽ യൂസ് ചെയ്യാം. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 മീഡിയം സൈസ് സവാള നീളത്തിന് അരിഞ്ഞത് കൂടി ആഡ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സവാള ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുകൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവാളയുടെ കളറ് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവാളയുടെ കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളിയാണ് ആഡ് ചെയ്യുന്നത്. തക്കാളി കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനി അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 700 ഗ്രാം ചിക്കൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനിലോട്ടൊക്കെ ഈ മസാല നന്നായിട്ടൊന്ന് പിടിക്കണം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഉള്ളിയുടെ ഒരു 1/2 പോർഷൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് കൈ കൊണ്ട് നന്നായിട്ട് പൊടിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ വെള്ളം ആഡ് ചെയ്തിട്ടില്ല. വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല. ചിക്കനിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടും. ഇടയ്ക്ക് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ചിക്കനിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ചിക്കനെല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഈ ചിക്കനിലെ വെള്ളം വറ്റുന്നവരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചിക്കനിലെ കളറൊക്കെ ഒന്ന് മാറി നല്ല ഡാർക്ക് ബ്രൗൺ കളറാവും. അതുവരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചിക്കനിലെ വെള്ളമെല്ലാം വറ്റി ചിക്കൻ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ചിക്കൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് മാറ്റി വെച്ചിരിക്കുന്ന സവാള, ഫ്രൈ ചെയ്ത സവാള കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റോളം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും അരിഞ്ഞത് കൂടി ആഡ് ചെയ്യാം. അതുകൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചൂടോടുകൂടി തന്നെ ഇത് സെർവ് ചെയ്യാം.
എല്ലാവരും ഈ ചിക്കൻ ചുക്ക ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ തന്നെ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്തിട്ട് വേറൊരു ടൈപ്പ് ചിക്കൻ റോസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, പോയി ഒന്ന് കണ്ടേക്കണേ. അപ്പോൾ എന്നും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതിയതായി ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.